ഇന്ധനക്ഷമത നിലനിർത്താൻ കഴിയാത്ത ഡ്രൈവർമാരെ നന്നാക്കാൻ പദ്ധതിയിട്ടിരിക്കുകയാണ് കെഎസ്ആർടിസി. ദിവസേന ബസ്സുകൾ പരിശോധിച്ച് ഇതിൽ ഇന്ധനക്ഷമത കുറവുള്ള ഡ്രൈവർമാരെ കണ്ടെത്തി കൗൺസിലിംഗിന് വിധേയരാക്കും. എന്നിട്ടും നന്നായില്ലെങ്കിൽ നടപടിയെടുക്കാനാണ് തീരുമാനം. കെഎസ്ആർടിസിയുടെ വരുമാനത്തിന്റെ പകുതിയും ഡീസൽ ചെലവിൽ ചോരുന്നതിനാൽ ഇത് തടയുകയാണ് ഇതുവഴിയുള്ള ലക്ഷ്യം. പ്രതിദിനം 3500 സർവീസുകൾ കെഎസ്ആർടിസി നടത്തുന്നുണ്ട്. ഇതിനായി വേണ്ടിവരുന്നത് 360 കിലോ ലിറ്റർ ഡീസൽ. പ്രതിദിന വരുമാനം 7 കോടി രൂപയാണ്. എന്നാൽ ദിവസം ഡീസൽ അടിക്കാൻ വേണ്ടത് 3.5 കോടി രൂപയും. അതായത് വരുമാനത്തിന്റെ 50% ഡീസൽ അടിക്കാൻ വേണം. 1 ലിറ്റർ ഡീസലിൽ സഞ്ചരിക്കുന്ന ദൂരം അഥവാ KMPL എന്നത് ശരാശരി 4.03 കിലോമീറ്റർ മാത്രമാണ്. ഇത് 4.33 കിലോമീറ്റർ ആയാൽ തന്നെ പ്രതിവർഷം 77 കോടി രൂപയുടെ ചെലവ് കുറയ്ക്കാനാവുമെന്നാണ് മാനേജ്മെന്റ് വിലയിരുത്തൽ. അടുത്ത 4 മാസം കൊണ്ടെങ്കിലും KMPL 4.33 ആക്കണമെന്നതാണ് മാനേജ്മെന്റിന്റെ നീക്കം. ഇതിനായിട്ടാണ് ഡ്രൈവർമാരുടെ ഇന്ധനക്ഷമത പരിശോധിക്കുന്നത്. ആദ്യഘട്ടത്തിൽ സ്വിഫ്റ്റ് ഡ്രൈവർമാരെയാണ് പരിശോധിക്കുക. ഇതിനായി പ്രത്യേക സോഫ്റ്റ്വെയറും തയ്യാറാക്കി. ഇന്ധനക്ഷമത കുറവാണെന്ന് കണ്ടെത്തിയാൽ ഡ്രൈവറെ കാത്തിരിക്കുന്നത് യൂണിറ്റ് അധികാരിയുടെ നേതൃത്വത്തിലുള്ള പാനലിന്റെ കൗൺസിലിംഗ് ആണ്. ഉപദേശം മാത്രം പോരാ, സ്വന്തം കുറവ് മനസ്സിലാക്കി സ്വയം പരിഹരിക്കാൻ ഡ്രൈവറെ പ്രാപ്തമാക്കണമെന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൗൺസിലിംഗ് ഒരിക്കലും ശാസനയായി മാറരുതെന്ന നിർദ്ദേശം മാനേജ്മെന്റ് യൂണിറ്റ് അധികാരികൾക്ക് നൽകിയിട്ടുണ്ട്. RB സനു, മീഡിയ 1, തിരുവനന്തപുരം.